നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് ദേ വെട്ടോത്തേക്കുണ്ട് കയ്യിൽ, ടേപ്പുണ്ട് കയ്യിൽ. അപ്പോൾ എന്താ പരിപാടി എന്ന് വിചാരിച്ചാലേ, ഈ കൊള്ളിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൊള്ളിക്ക് പൂ ഉണ്ടായത് കണ്ട, കൊള്ളിപ്പോൾ പൂ കണ്ട ഉണ്ടല്ലേ, കൊള്ളിപ്പൂ. ഒരു കാര്യം പറയാൻ, പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ വന്നത്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സുജമോളുടെ മാളൂന് അതായത് എൻ്റെ മൂത്ത മോള് സുജ, രണ്ടാമത്തെ മോള് മാളു, ശ്രീജ. അപ്പോൾ ശ്രീക്ക് ഈ വീടൊക്കെ പണിതതും ഒക്കെ നമ്മുടെ എല്ലാ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെ നമ്മുടെ ശ്രീയുടെ വീട് വലിയ വീടൊക്കെയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. സുജമോൾക്ക് ഒരു വീട് പണിത് കൊടുത്തൂടെ, അമ്മയ്ക്ക് വീട് പണിത് കൊടുത്തൂടെ, ശ്രീക്ക് കാശുള്ളതല്ലേ. സ്ത്രീക്ക് കാശെന്നൊക്കെ പറഞ്ഞാലേ ഈ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ അവരവരുടേതായ ബുദ്ധിമുട്ടുകൾ അവരവർക്കുണ്ട്. അപ്പോൾ എല്ലാം അങ്ങോട്ട് ചെയ്ത് ഒരുമിച്ചൊന്നും കൊടുക്കാൻ സ്ത്രീനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, സത്യസന്ധമായിട്ട് പറയാലോ. അപ്പോൾ കുറച്ച് ഒന്ന് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു, സുജമോളെ കല്യാണം കഴിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു വീട്, ഒരു ഓടിട്ടൊരു വീട് നിങ്ങൾ പലവട്ടം കണ്ടിട്ടുണ്ടാവും. നമ്മളവിടെയൊക്കെ കാണിച്ചിട്ടുണ്ട്, അമ്മേനെ കാണിച്ചിട്ടുണ്ട്, അച്ഛനെ കാണിച്ചിട്ടുണ്ട്, പെങ്ങന്മാരെ കാണിച്ച് എല്ലാവരും കാണിച്ചിട്ടൊക്കെ ഉണ്ട്. എല്ലാവരും നിങ്ങൾക്ക് പരിചയമാണെന്നൊക്കെ എനിക്കറിയാം. എല്ലാവരെക്കാളും കൂടുതൽ അറിയുന്നവർ സുജമോളെയും അറിയുന്ന ആൾക്കാരും ഒരുപാടുണ്ട്, കുഞ്ഞിനെയൊക്കെ. അപ്പോൾ അവർ വീട് ചതല് കുറേ വർഷങ്ങൾക്ക്. അപ്പോൾ നമ്മൾ സുജമോളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ 19 കൊല്ലമായി. അപ്പോൾ അതിൻ്റെ ഒരു അമ്മയച്ഛനൊക്കെ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ആ വീട് അവർ പണിതിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അവർക്ക് ഇപ്പോഴും അത് പൊളിക്കാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വേദനയില്ല. അവരുടെ അന്നത്തെ കഷ്ടപ്പാട് അത്രയും വലിയതായിരുന്നേ. അപ്പോൾ നമ്മൾ ഒന്ന് ചെറുതായി അതിൻ്റെ ഉള്ളിൽ മണ്ണ് കട്ട വെച്ചിട്ടാണ് അത് പണിതിട്ടുള്ളത്. മണ്ണ് ചവിട്ടി കൂട്ടി കുഴച്ച് കട്ട പിടിച്ചിട്ടാണ് അത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ചെതൽ കയറി. ഈ മരങ്ങളും അത്ര നല്ല മരങ്ങളല്ല. അപ്പം ചെതൽ കയറി ഇങ്ങനെ കണ്ടമാനം ചോർച്ചയും. അപ്പോൾ നമ്മളത് പൊളിച്ചിനിപ്പോൾ അത് വീണ്ടും മാറ്റി മരമൊക്കെ മാറ്റി അതൊക്കെ ചെയ്യാവുന്നതിനേക്കാട്ടിലും നല്ലത്. അച്ഛനും പറഞ്ഞു, ഭാഗ്യനും ശ്രീയും ഒക്കെ പറഞ്ഞു, എന്നാൽ അത് നമുക്കൊരു ചെറിയൊരു വീട് വേറെ ഒന്ന് വെക്കാം എന്ന് പറഞ്ഞു. ഇപ്പം അതിൻ്റെ ഒരു പിന്നാലെയാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കാട്ടിൽ ഞാൻ വന്ന് നിൽക്കണതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അവിടെ ഒരു തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത്, അമ്മ വീട് പണിയണ സമയത്ത് അച്ഛനോട് ഞാൻ എപ്പോഴും പറയും, ഈ തേക്ക് മുറിച്ചിട്ട് നമ്മൾക്ക് ഫ്രണ്ടിലത്തെ വാതിൽ വെക്കണം ചേട്ടാ, വാതിൽ വെക്കണം എന്ന് വാതിലും കട്ടളയും ഇതിണ്ട് വെക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനേക്കാട്ടും വലിയൊരു കാര്യം നമുക്കിപ്പോൾ നിൽക്കുന്നത് സന്തോഷകരമുള്ള ഒരു കാര്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലല്ലേ നമ്മൾ കൂടുതൽ മക്കൾക്ക് ഉണ്ടാവണതല്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടം. 2 ദിവസം അവരുടെ അടുത്ത് പോയി നിൽക്കണ്ടേ വല്ലൂരൊക്കെ. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നിൽക്കാനായിട്ട് അവിടെ എടുക്കാനൊന്നും തീരെ സൗകര്യമില്ലാത്ത കാരണം ഞാൻ രാത്രി നിൽക്കാറില്ല. അപ്പോൾ ഞാൻ ആ തേക്കിനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമായിട്ട് നമ്മൾ തുടക്കം കുറിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മുറിക്കാൻ വരുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അതിൽ മുന്നേ ആ തേക്കിനെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ, അതിലേക്ക് പോവാം നമുക്ക്. അപ്പം ദേ നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട്. ഹായ് പറഞ്ഞേ. ഹായ്. അച്ഛൻ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ നമ്മുടെ തേക്ക് മരം. മുകളിലേക്ക് നല്ല ഹൈറ്റാ, അത്ര വലുതൊന്നും പറയാനില്ല. നല്ല ഇരുട്ടായി, മഴക്കാരാട്ടാ, നല്ല ഇരുട്ടായിട്ടാണ് നിൽക്കണത്. എത്ര ഇഞ്ചുണ്ട്? 50 ഇഞ്ചുണ്ടാ? 50 ഇഞ്ചുണ്ടെന്ന് പറയുന്നത് കേട്ടാ. എത്രയിൻ്റെ? 30 അടിയോളം മേലെയുണ്ടാവും. അപ്പോഴേ എന്തായാലും നമ്മളേ ഇവിടെ വരെ വന്നതല്ലേ. അപ്പോൾ ഒരു കൊള്ളി മരിച്ച് പോവാന്ന് വിചാരിച്ചു. അവിടെയൊക്കെ കൊള്ളി നിൽക്കുന്നുണ്ട്. തേക്ക് എങ്ങനെയാണ് വീഴുന്നത്, ചിലപ്പോൾ ആ കൊള്ളിക്കൊന്നും പറ്റിയില്ലെങ്കിലോ. ഞാൻ എൻ്റെ ചേട്ടൻ്റെ മോനാണേ തേക്ക് മുറിക്കാൻ വരിക. അപ്പോൾ ഞാൻ അവനോട് പറയും, ഒന്നും താഴത്തെ കളയരുത് എന്ന് പറയും. എൻ്റെ മേമ, ഈ തേക്ക് ഏത് വഴിക്കുക അല്ലെങ്കിൽ മരം ഏത് വഴിക്കുക വെട്ടിയിട്ടുണ്ടെന്ന് വീഴുന്നെന്ന് പറയാം. അവിടെ ഒരു തെങ്ങ് മുറിച്ചപ്പോൾ കുറേ സാധനങ്ങൾ കളഞ്ഞു, വാഴയൊക്കെ. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞു, അതൊക്കെ കളഞ്ഞാ? എനിക്കറിയാം അതൊക്കെ പോകുന്നു. ഞാൻ എന്നാലും കുട്ടനെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയേ, ഒക്കെ കളഞ്ഞാ? എൻ്റെ മേമ, ഈ സാധനം മുറിച്ചിടുമ്പോൾ ഏത് വഴിക്കുകയാണ്, ഇതിൻ്റെ അടിയിൽ ഇന്ന സാധനം ഉണ്ടെന്നൊന്നും പറഞ്ഞാൽ ഇത്രയും വലിയ സാധനം വീഴുന്നതല്ലേ. അപ്പം ഞാൻ വിചാരിക്കുന്നേ
ഞാൻ മരം മുറിക്കുമ്പോഴേക്കും ഞാൻ സ്ഥലം വിടും കേട്ടോ ഇവിടെ നിന്ന്. അപ്പോൾ മരം മുറിക്കുന്നതൊന്നും ചിലപ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ പോവും വഴിക്ക് ഉള്ളതൊക്കെ ഇനി അവിടെ നിൽക്കട്ടെ, പോവാണ്ട് കിട്ടുന്നതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പോയത് വീണ്ടും നമുക്ക് കടയൊക്കെ പോയി അത് പറിച്ചെടുക്കാം. അപ്പോൾ ഇതൊരെണ്ണം പറിച്ച് നമുക്ക് പുഴുങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് പറിക്കുന്നത്. അപ്പോഴേ അതെന്തോരുണ്ട് നമുക്ക് നോക്കാം, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടാ, പറയാൻ പറ്റില്ല. ഇത് വേറൊരു ടൈപ്പിലാണ് ഇവിടെ കുത്തിയ ചേട്ടാ. ഇത് ചോദിച്ചാൽ മോള് പുത്രനോണം കുത്തിയതാ. അയ്യോ മൂക്കണുള്ളോ കേട്ടാ, മൂക്ക് വരുന്നുള്ളോ. അതെ ഇതേതാ കൊള്ളി? ഇത് തന്നെയല്ല ഇവിടെ മറ്റേ അത്യാവശ്യത്തിനുണ്ട് കേട്ടാ, കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. നമുക്കൊരാഴ്ചത്തിന് ഉള്ളതുണ്ടല്ലോ ചേട്ടാ. അപ്പോഴേ കുറച്ച് കാന്താരി ഇത് ഇവിടെ നിൽക്കുന്നുണ്ട് കണ്ട, അത് കുറച്ച് നമുക്ക് പൊട്ടിക്കാം. നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടേ. ഇരുട്ട് കാരനാട്ടാ, ഈ മഴയുടെ അത് കാരനാണ് നിങ്ങൾക്ക് കാണാൻ വെളിച്ചക്കുറവ്. അപ്പോൾ അത് പൊട്ടിച്ചോളൂ ചേട്ടാ. ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളതായിട്ട് പോയിട്ടുള്ളൂ. ഇതിങ്ങനെ വെട്ടി വെച്ചാലേ ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം. ഇതിങ്ങനെ തന്നെ വെച്ചാൽ 2-3 ദിവസം ഇങ്ങനെ കേടാവേണ്ടി വെക്കും, അല്ലെങ്കിൽ അത് നീലയ്ക്ക്. അതിങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇവിടെയൊക്കെ വെച്ചാൽ തെറ്റായിട്ട് മുകളിൽ വെക്കുന്ന പെരിച്ചായിരിക്കും കെട്ടാത്തോടത്ത്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ചേട്ടാ അല്ലെങ്കിൽ വിചാരിക്കും ഇതെങ്ങനെ ഞാൻ മാന്താണ്ട് എനിക്കിപ്പോൾ കൊള്ളി കിട്ടിയല്ലോ, സുഖമായിട്ട് തിന്നാലോ എന്ന് വിചാരിക്കും. ഇത് അച്ഛൻ മാന്തി തുടങ്ങിയപ്പോൾ എന്തുട്ട് ചെയ്ത ചേട്ടാ, അതിൻ്റെ കടക്ക കൊണ്ടുവന്ന് മഞ്ഞൾ വലിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ കടക്ക നട്ടപ്പോൾ പിന്നെ കടിക്കാണ്ടായിട്ടത് മാന്തി എടുക്കാണ്ടായി. പിന്നെ അത് മതി, ഒരെണ്ണം ഇവിടെ ഉണ്ട്. കൊള്ളി അങ്ങോട്ട് നുറുക്കിയെടുക്കാം. ഇത് ശരിക്കും പറയണെങ്കിൽ പറിക്കേണ്ട സമയമായിട്ടില്ലല്ലോ ചേട്ടാ. കുറച്ച് നാള് വല്ല വേനൽക്കാലം ആവണല്ലേ, 6 മാസമെങ്കിലും ആവണല്ലേ ചേട്ടാ കൊള്ളി. 6 മാസമെങ്കിലും ആവണം എന്നാണ് അച്ഛൻ പറയണത്. നമ്മളിപ്പോൾ 6 മാസമൊന്നും ആയിട്ടുണ്ടാവില്ല, ഒരു 4 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കുത്തിയിട്ട്. കുറച്ച് കാടമുട്ട ഇതിൽ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതും കൊള്ളിയും കൂടിയിട്ടാട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കാടമുട്ടയോ അല്ലെങ്കിൽ മുട്ടയോ ഒന്നും അച്ഛനും ഞാനും അധികം കഴിക്കാറില്ല. അപ്പോൾ എനിക്ക് വയറിന് സുഖമുണ്ടാവില്ല മുട്ടയൊക്കെ കഴിച്ചാൽ. അച്ഛനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ കാടമുട്ട എങ്ങനെ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കടയിൽ മേടിച്ചു കൊടുന്ന് വെച്ചിട്ട് ഈ മുട്ടയുടെ പാക്കറ്റ് അടക്കം കാക്ക എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് കാക്കയ്ക്ക് പൊന്തില്ലല്ലോ, അപ്പോൾ അതവിടെ ഇടും. അപ്പോൾ അതിൽ 1-2 മുട്ടയൊക്കെ ചിലപ്പോൾ 3 പൊട്ടും. നമുക്കപ്പോൾ ഒരു പാക്കറ്റ് നഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ കാടമുട്ട ഇറക്കണ്ട അങ്ങനെയാണെങ്കിൽ നോക്കാം. അപ്പോൾ അവരൊരു ബോക്സ്, ആ കുട്ടീനെ പെൺകുട്ടി കാടേനെ വളർത്തുന്നതാണ്, ഇവിടെയുള്ളത് എനിക്കറിയൊന്നുമില്ല കേട്ടാ. അപ്പോൾ അത് ചിന്നഞ്ഞേട്ടൻ പറഞ്ഞു ഒരു ബോക്സ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അമ്മ, അപ്പോൾ അതിൽ ഇറക്കി വെക്കുക, അപ്പോൾ കാക്ക എടുത്തുകൊണ്ടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇന്നലെ വീണ്ടും ഇത് എങ്ങനെയോ അവർ തുറന്ന് വെച്ചിട്ട് എന്താണെന്നറിയില്ല, കാക്ക എടുത്തുകൊണ്ട് പോയിട്ട് പൊട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് അത് ആകെ ഗുണമില്ലാണ്ടാവും. പിന്നെ നമുക്ക് കഴുകാൻ തന്നെ ദേഷ്യം വരും. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ടുവന്ന് കഴുകി ക്ലീനാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ശ്രീകുട്ടന് ചിലപ്പോൾ കൊടുത്തയക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കൊടുത്തയച്ചില്ല. അച്ഛന് ഈ കൊള്ളിയിലിട്ടിട്ടൊരു ഡിഷ് ഉണ്ടാക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു ഞാൻ. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. നമുക്കിത് അങ്ങോട്ട് കൊത്തിയെടുക്കാം. കൊള്ളി ഇങ്ങനെ നുറുക്കുമ്പോൾ ആരെങ്കിലും വായിലിടാത്തവരുണ്ടാകും. ഒരു കഷ്ണം കടിക്കും എല്ലാവരും. ചിലർ കുറേ തിന്നും. നന്നാക്കി കഷ്ണം വീണേക്കുള്ളത് വായിരിക്കാൻ പോവാം. എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. മധുരക്കിഴങ്ങ് ഇന്ന് കാലത്ത് പോരെ കഷ്ണം തിന്നും. മധുരക്കിഴങ്ങ് ഭയങ്കര വിറ്റമിനുള്ളതും ഗുണമുള്ളതും അത്ര എന്തിനൊക്കെയോ ഗുണമാണ്. കാരണം ആ കടയിൽ ഇപ്പോൾ നല്ല ചിലവാകും മധുരക്കിഴങ്ങിന്. 3 കിലോനൊക്കെ 2 കിലോനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും ആൾക്കാർ. എന്താണെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ അവർക്ക് ഇഷ്ടമൊക്കെ ഉണ്ടാവട്ടാ. എന്നാലും ആരോ പറഞ്ഞു മധുരക്കിഴങ്ങ് ഭയങ്കര ഷുഗറുകാർക്കും അവർക്കും ഇവർക്കൊക്കെ നല്ലതാന്ന് പറഞ്ഞു കേട്ടു. നിങ്ങളങ്ങനെ കേട്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടാ. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയല്ല, കൊത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് കഴുകി കുക്കറിലിട്ട് ഒരു വിസിലങ്ങോട്ട് കേൾക്കാം. അപ്പോഴേ കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. അപ്പോഴേ അങ്ങനെ കൊള്ളിയൊക്കെ നമ്മുടെ നന്നായി വെന്ത് വന്നു. നല്ലോണം വെന്തുട്ട കൊള്ളി നീ കണ്ട. അയ്യോ കയ്യിൽ വയ്ക്കുമ്പോഴേക്കാണ് തന്നു പോവാ. അതേപോലെ വെന്ത് വന്നു. അപ്പം ഞാൻ ഇവിടെ കാടമുട്ടേനെ ഞാൻ 8 കണ്ണുണ്ടായിരുന്നു, ഒരു 16 കഷ്ണാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ ബാക്കി ഇതേ വേപ്പിൻ്റെ ഇല, പിന്നെ വറ്റൽമുളക്, നമ്മുടെ ചുനിയമുളക്, സവാള. ഉള്ളിയാണ് എനിക്കിഷ്ടം, പക്ഷെ ഇന്ന് നമ്മുടെ വീട്ടിൽ ഉള്ളിയില്ല. പിന്നെ ഉപ്പ്, പിന്നെ കടുക്, ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കുക്ക് ചെയ്യാം നമുക്ക്. അപ്പോഴേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം അതിലേക്ക് നമുക്ക് അല്പം കടുക് കേട്ടോ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ വറ്റൽമുളക്, പിന്നെ പച്ചമുളകും വേപ്പിൻ്റെ ഇലയും സവാളയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഉള്ളിയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മുളകൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വെറുതെ കഴിക്കാനുള്ളതായ കാരണം അധികം അങ്ങോട്ട് എരിവ് വേണ്ട. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. കൊള്ളിയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുള്ളതാണ്, എന്നാലും നമുക്കൊരു ലേശം ഉപ്പ്. അപ്പോൾ ഒരുവിധം വാഴൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടേനയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് കൊള്ളി അരിക്കാതെ ഇട്ട് കൊടുക്കാം. മുട്ടയും കാടമുട്ടയും കൊള്ളിയും, മുട്ടയും കൊള്ളിയും എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ മുട്ടയും കൊള്ളി ഇങ്ങനെയല്ല കേട്ടോ, വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് തീയൊക്കെ ഓഫാക്കാം. കൊള്ളി വെന്തോന്നുള്ളത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് നന്നായി. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോഴേ ഞാനതിനെ അത്യാവശ്യം ഒന്ന് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കട അപ്പോൾ അച്ഛനെങ്ങനെ ഹാജരായിട്ടുണ്ട് കഴിക്കാനായിട്ട്. നല്ലോണം വെന്തിട്ടല്ലേ കൊള്ളി? നല്ലോണം വെന്തുണ്ട്. എന്താ മതി ഒത്തിരി വേണ്ട, ഒക്കെ കഴിക്കൂ. നോക്കാന്ന് കൊള്ളി ഭയങ്കര ഇഷ്ടാ. ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ നല്ല ഇഷ്ടല്ലേ? ചോറിനില്ല ചോർത്തിനില്ല നീ. നല്ല ടേസ്റ്റുള്ള കൊള്ളിയല്ലേ ഏട്ടാ? നല്ല ടേസ്റ്റ് കൊള്ളി. ഒരു മൂപ്പൂടി നല്ല തിരുമുടി മൂത്ത അടിപൊളിയാ. അങ്ങനെ അപ്പോൾ നമ്മുടെ തേക്ക് ഇവിടെ മുറിച്ചിട്ടു. 2 കഷ്ണം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടി. രണ്ടാമത്തതാണ് ഈ കഷ്ണം. ആദ്യത്തേതാണ് ഞാൻ ഇരിക്കുന്ന കഷ്ണം. അപ്പോൾ രണ്ടാമത്തെ കഷ്ണത്തിൻ്റെ അറ്റത്ത് വന്നപ്പോൾ ഒരു ചെറിയ പൊത്തുണ്ട്. അപ്പോൾ അതെന്തോരം ഉള്ളിലേക്കുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 7 അടിയാണ് ഓരോ ഇതിൽ മുറിച്ചിട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ട് കേട്ടോ. അത് ഒക്കെ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ച് നോക്കാണ്. അതെന്തിനാണെന്നറിയില്ല. വേണമെങ്കിൽ വല്ല ജനലയ്ക്കൊക്കെ ഇങ്ങനെ ചട്ട പിടിപ്പിക്കുമ്പോഴേ അതിൻ്റെ സൈഡിൽ പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാവർക്കും പല അഭിപ്രായമായിരുന്നു. ഇനിയിപ്പോൾ തേക്കിൻ്റെ ഇത് വെള്ളവശം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം ചതലും തിന്നും. അപ്പോൾ ചതലിൻ്റെ ഒരു ശല്യം ഭയങ്കരമല്ല, എല്ലായിടത്തും ഉണ്ട്. എത്രയോ ആളുകൾ ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലൊക്കെ കട്ടളകളൊക്കെ മാറ്റി വയ്ക്കുകയാണ്. അത്രയും നല്ല മരം വെച്ചാലാണ് കട്ടളകൾ. പിന്നെ പ്രത്യേകിച്ച് കട്ടള ജനല അതിൻ്റെ ഫ്രെയിമൊക്കെ കുഴപ്പമില്ല. അതിൻ്റെ ശരിക്കുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അത്രയും നല്ല മരത്തിൽ വെച്ചില്ല എന്ന് വിചാരിച്ചാൽ അത് നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ കുത്തി പൊളിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റാമെന്നും പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നടത്തുന്നവരൊക്കെ ഉണ്ട്. എന്താ ചെയ്യുക, വന്നു കഴിഞ്ഞാൽ പിന്നെ നടത്താണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിപ്രായം പലതുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇത് വേണോ എന്നൊക്കെയാണ് ചോദ്യമായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഇത് നമ്മളിങ്ങനെ വെക്കുന്നത്. മറ്റൊരു ഇഷ്ടമില്ലാണ്ടല്ല, ഇതിവിടെ നിന്നോട്ടെ എന്നായിരിക്കും ചിലപ്പോൾ തീരുമാനം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, അതൊരു വലിയ കാര്യമല്ലേ, അപ്പോൾ അതിലങ്ങടെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇത് കണ്ടോ, ഇത് ഇതിൻ്റെ വെള്ളയാണ്. ഈ കാണുന്നത് ഈ വട്ടമാണ് ഇതിൻ്റെ ശരിക്കും എടുക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ഇവിടെ അർപ്പിച്ച് കളഞ്ഞിട്ട് ഈ സാധനമാണ് നമുക്ക് ആവശ്യമുള്ള ഏത് ഉപകരണമാണ് അതാക്കിയെടുക്കാനായിട്ട് നമ്മൾക്ക് പറ്റുള്ളൂ. ഈ മരം ഇതൊക്കെ പിന്നെ വിറകിന് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അതൊന്നും കാര്യമുള്ളതല്ല. അപ്പം അങ്ങനെയാണ്. കാണാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് ഓട്ട.
രണ്ടാമത്തേൻ്റെ ഓട്ട കണ്ട കുത്തുമ്പോൾ അധികം കാണാനില്ല, എങ്കിലും അത് എങ്ങനെയാണ് നമുക്ക് വേണ്ട അത്രയ്ക്കൊക്കെ പോകുന്നുള്ളൂ. പക്ഷേ എങ്ങനെയാണെന്ന് അത് ആക്കുമ്പോഴേ അറിയുള്ളൂ. അത് ഇവിടെയും ഒരു ചെറുതായിട്ടൊരു ഇത് തോന്നുന്നുണ്ട്. അപ്പോൾ കണ്ട അതിങ്ങനെ വട്ടങ്ങനെ കിട്ടില്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോവും. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും മിക്കവാറും. എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം. പിന്നെ ഫസ്റ്റ് തടിയാണ് മുന്നിൽ കിടക്കുന്നത്, അപ്പുറത്ത് കിടക്കുന്നത് വേണ്ട. അവന് വലിയ കുഴപ്പമൊന്നുമില്ല, അവൻ നല്ലതാണ്. അതിൽ നിന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. കണ്ട കുറേ ചെറു തടികൾ കിടക്കുന്നുണ്ട്. കേക്കിൻ്റെ കഥ കഴിഞ്ഞു. അങ്ങനെ ഇനി അത് അർപ്പിക്കുമ്പോഴും കൊണ്ടുവരുമ്പോഴൊക്കെ ഞാൻ പറയുന്നത് കേൾക്കാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് കൂർക്ക കൊണ്ടുവന്നിട്ടുണ്ട് ഞാനേ. അപ്പോൾ ഇന്നലെയാണ് തേക്ക് മുറിച്ചിട്ടത് കേട്ടോ. ഇന്നലെ തന്നെ തേക്ക് മുറിച്ചവർ, പക്ഷെ എനിക്കത് പിടിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെയും കൂടി എൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് നന്നായി മണ്ണ് കളഞ്ഞിലേക്ക് എടുക്കുക. അപ്പോൾ ഇതിലിത്തിരി ഗ്രിപ്പുള്ളതാണേ, അപ്പോൾ ഇതിലിങ്ങനെ ഇട്ട് ഉറച്ചാൽ ശരിയാവും. അപ്പോൾ ഇത് തൊണ്ട് കളഞ്ഞതൊക്കെ നമുക്ക് കടയിലുണ്ട്. അപ്പോൾ ഞാനിത് തൊണ്ട് കളയാത്തതാണ് എടുക്കുക. തൊണ്ട് കളഞ്ഞതിന് ഇത്തിരി വില കൂടുതലാണ്. എനിക്കിത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, അപ്പോൾ ഞാനിങ്ങനെ എടുക്കും. ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കണ്ട വെളുത്ത് തന്നെയാണ്ട, പെട്ടെന്ന് വെളുക്കാവുന്ന കാര്യമുള്ളൂ. ഇത്തിരി വലിയതാണ്. ഞാൻ ചെറിയ മണികളില്ലേ കുഞ്ഞിത കൊണ്ടുവരുള്ളൂ. കുഞ്ഞിത് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ മുറിക്കാണ്ട് ഇടുമ്പോൾ. എനിക്ക് മുറിച്ചത് ഇഷ്ടമില്ല, പക്ഷെ ഇന്ന് കടയിൽ അത് ഉണ്ടായില്ല. അതൊക്കെ ചേറി ലാസ്റ്റ് ആകുമ്പോൾ ഞാനത് മാറ്റിയെടുത്ത് അത് മാത്രം കൊണ്ടുവരും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കങ്ങനെ നന്നാക്കാനൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കടയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നേ കാണിച്ചു തന്നിട്ടുണ്ട്. എന്താ ഒരു ചുമന്ന ചാക്കിലിട്ടിട്ട് ഞാൻ കളയുന്നത്, അത് സുഖം തന്നെയാണ്. ഇതും നല്ല സുഖം തന്നെയാണ് കേട്ടോ. ഇത് ഈ കൊട്ട ഇങ്ങനത്തെ അല്ല, പണ്ടൊക്കെ ഇങ്ങനെ ആലി കൊണ്ട് നെയ്തത്, മുള കൊണ്ട് നെയ്ത കൊട്ടകൾ ഉണ്ടാവും. അതിലിട്ട് ചൂരൽ കൊട്ട എന്നൊക്കെ പറയും നമ്മൾ. അതിലിട്ട് ആക്കിയാൽ നല്ലതായിട്ട് പോവും. ഇപ്പം അതൊന്നും കിട്ടാനില്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ കാലല്ലേ. അപ്പോൾ പ്ലാസ്റ്റിക്കിൽ തന്നെ നമ്മളും ആക്കാം. നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റിൽ വരുന്ന കൂർക്കയായാലും നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. ഇനി അതുപോലെ ക്ലീൻ ചെയ്യുന്ന അത്രയ്ക്ക് സമയം തന്നെ നമുക്ക് ഇതിന് മതി. അങ്ങനെ തന്നെ കവറിൽ നിന്ന് കൊട്ടി അടപ്പത്ത് വയ്ക്കാനൊന്നും പറ്റില്ല. അത് ഇത്തിരീശൊക്കെ ഒന്ന് നോക്കി വെടുപ്പാക്കിയിട്ടൊക്കെ വേണം. വെള്ളം നമുക്ക് അമൂല്യമായി തുടങ്ങി, മഴ നിന്നു, കാറ്റ് തുടങ്ങി. അപ്പം നമുക്ക് വെള്ളത്തിന് അങ്ങനെ അങ്ങോട്ട് കളയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ചെടികളുടെ കടയ്ക്ക് ഇങ്ങനെ ഒഴിക്കും. ഇത് വലുതായ കാരണം നടുമുറിക്കേണ്ട ഒരു പണി കൂടുതലാണ്. ചെറുതാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ മുഴുവനോടെ വയ്ക്കാം. നെഗമൊക്കെ ഉള്ളവരാണെങ്കിൽ നെഗത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഒരു കളർ വരും. ചെറുനാരങ്ങ കുറച്ച് ബ്രഷൊക്കെ ഇട്ട് ക്ലീൻ ചെയ്താൽ അത് മാറുകയൊക്കെ ചെയ്യും. പക്ഷെ അത് നല്ല ഭംഗിയുള്ള കൈയുള്ളവരാണെന്ന് വിചാരിച്ചാൽ നന്നാക്കിയത് മേടിക്കില്ല കേട്ടോ നല്ലത്. അവർക്ക് അവരുടെ കൈ കൊണ്ട് പല കാര്യങ്ങളും ഉണ്ടാവും. കൂർക്ക നന്നാക്കി ഒരു 10 രൂപയുടെ ലാഭം നോക്കിയിട്ട് കൂർക്ക നന്നാക്കി കൈ വൃത്തികേടാക്കേണ്ട കാര്യമില്ല. കൈയും കാലൊക്കെ അത്രയും നല്ല രീതിയിൽ വയ്ക്കുമ്പോൾ അതിന് അതായിരിക്കും അവരുടെ ജോലിയും ചില കാര്യങ്ങളൊക്കെ അതാവും. അതൊന്നും വൃത്തികേടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് അതിൻ്റെ രീതിയിൽ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ 10 രൂപയുടെ കുറവ് നോക്കി നമ്മളിത് ചെയ്യാൻ നിൽക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഞാൻ അഭിപ്രായക്കാരിയാണ്. അമ്മയ്ക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ, നമ്മളിങ്ങനത്തെ ജോലിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ആളല്ലേ. എന്താ ഇപ്പോൾ തൊലി കളഞ്ഞ കൂർക്കയെ മേടിക്കാൻ പാടുള്ളൂ. അത് തൊലി കളയാൻ മടിച്ചിട്ടേ എന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടാ. പണ്ടൊക്കെ എന്തൊക്കെയായിരുന്നു, ഞങ്ങളൊക്കെ എങ്ങനെയായിരുന്നു. ഞാൻ പറയേ അവർ വേറെ ജോലി ചെയ്ത് അതിനെ പണ്ടത്തെ ആൾക്കാരുടെ പോലെ ഒന്നല്ല നക്കാപ്പിച്ചൊന്നല്ല വാങ്ങിക്കിന്. നല്ല സാലറി മേടിച്ച് ഒരു പരിധി വരെ പെണ്ണുങ്ങൾ ഒരുവിധം കുടുംബത്തിൻ്റെ പകുതി കാര്യങ്ങളും ഏറ്റെടുക്കുന്ന, നല്ല പകുതി മുക്കാലും കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന
മുഴുവൻ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന പെൺകുട്ടികളെ ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ട്. ഒരു കാര്യങ്ങളും ഇല്ലാണ്ട് കുടിച്ചും മതിച്ചും നടക്കുന്ന, അവർ വേറെ ജോലി ചെയ്ത് അവരവരുടെ കുട്ടികളെയും മക്കളെയും പോറ്റുന്നവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ കൺമുന്നിലൂടെ ഞാൻ കടന്നു പോകുന്ന ആളാണത്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഇതായിട്ട് പറയുന്നത്. അപ്പം ഞാൻ പറയാം അവരോട്, എനിക്ക് അങ്ങനെ പറയുന്നവരോട് ഒട്ടും താല്പര്യമില്ല. പെണ്ണുങ്ങളൊന്നേ ഇതൊന്നും ചെയ്യില്ല, പഴയ കാലത്തെ പോലെയൊന്നും അല്ല എന്നൊക്കെ പറയും. അതിനോട് യോജിക്കുന്നില്ല. പഴയ കാലത്തെ പോലെയല്ല. കാലത്ത് തന്നെ എന്തെങ്കിലും ജോലിക്കോ കടകളിലോ, ഈ ഞമ്മ തന്നെ ബസ്സിൽ പോകുമ്പോൾ കല്യാണിലേക്ക് പോണവരും പിന്നെ ഓരോരോ കടകളിലേക്ക് പോകുന്ന കുട്ടികൾ എന്തോരോ ബസ്സിൽ കയറുമെന്നറിയോ. അവരുടെ കാലത്തുള്ള 8 മണിയാവുമ്പോഴേക്കും അവരുടെ കുട്ടികളെ പറഞ്ഞയക്കൽ, ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ നോക്കൽ, വീട്ടിൽ അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കൽ, ചോറ് വയ്ക്കൽ, കൂട്ടാൻ വയ്ക്കൽ, അലക്കൽ, തേക്കൽ, അതും നല്ല ഭംഗിയിൽ തന്നെ പോണവർക്ക്. സാരി ഉടുത്ത് നല്ല കുട്ടപ്പത്തികളായിട്ട് അവർ പോവാൻ ഞാൻ നിൽക്കും അതൊക്കെ. അപ്പം അത്രയും അവർ എത്ര സമയം നേരത്തെ എണീക്കില്ലാവും. മൈക്കൊപ്പൊക്കെ ചെയ്ത് എല്ലാം കണ്ണെഴുതി പൊട്ട് തൊട്ട് ലിപ്സ്റ്റിക്കൊക്കെ തേച്ച് നല്ല ഭംഗിയിൽ അവർ പോവുക, നല്ല കുട്ടികളായിട്ട്. അവർക്ക് അങ്ങനെ പോകണം. അല്ല അടുത്തവരെയൊന്നും കടയിൽ ഒന്നും അവർക്ക് ആവശ്യമില്ല. അപ്പം അതിനൊക്കെ സമയം കണ്ടെത്തിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ അവർക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നേരം ഉണ്ടാവില്ല, തീർച്ചയായിട്ടും ഉണ്ടാവില്ല. വയസ്സായ അമ്മാമ്മമാരാ അച്ചാച്ചന്മാരാ അവരൊക്കെ വീട്ടിലിരിക്കുന്നവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നാക്കിയൊക്കെ വെച്ച് കൊടുത്താൽ അവർക്ക് വളരെ ഉപകാരമായി. അവരത് കറി വെച്ച് നമുക്ക് ഇവിടെ തരും. അതെ, വെറുതെ ഇരിക്കുക, വയസ്സായവരൊന്നും വെറുതെ ഇരിക്കാൻ നിൽക്കണ്ട, പറ്റുന്ന പണികൾ ചെയ്യുക. എന്താണ് പറ്റുക അത് ചെയ്യുക. അടിച്ചു വരാനേ പറ്റുള്ളൂ, അത് മതി. മരുമക്കള് അല്ലെങ്കിൽ മക്കള് ആരൊക്കെ വരുന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് നേരം മുഷിയേണ്ട കാര്യമില്ലല്ലോ. ഒരുവിധം ഒരു ഇത്തിരി ശ്വാസം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് എൻ്റെ അഭിപ്രായമാണ്. ഇപ്പോൾ അഭിപ്രായത്തിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഇതിൽ പലർക്കും ഉണ്ടാവാം. അപ്പോൾ ഇറച്ചി നോക്കിയപ്പോൾ ഞാനേ 2 വിസിൽ 3 വിസിൽ അടിച്ചപ്പോൾ നിർത്തിയതാ. അപ്പം അത് വെന്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 2 കൂടി അടിക്കട്ടെ. അതാണ് അടുക്കളയിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. വയസ്സായവരൊക്കെ വീട്ടിലുള്ളവരേ ഒരു പരിധി വരെ അല്ലാതെ അവർക്ക് ചെയ്തു കൊടുത്താൽ അവർ തീരെ പറ്റാണ്ടാവുമ്പോൾ ചെയ്തില്ലെങ്കിൽ അവരൊന്നും പറയില്ല. അവർക്കറിയാലോ, എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഒരു പരിധി വരെ എല്ലാതും ചെയ്തിരുന്നതാ, ഇപ്പം തീരെ വയ്യാണ്ടാണ്. ഇത് മനസ്സിലാക്കും. അത് മനസ്സിലാക്കണം, മക്കളൊന്നും മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെയുള്ളവരൊക്കെ തീരെ പറ്റാണ്ടാണ് അവരത് ചെയ്യാത്തത്. അല്ലെങ്കിൽ ജീവനുണ്ടെങ്കിൽ അവരത് പറ്റുമെന്ന് വെച്ചാൽ ചെയ്തേനെ അങ്ങനെ വിചാരിക്കും. ഒട്ടും ഒരു കുട്ടിയെ കൂടാണ്ടാണ്, ഞങ്ങളിവിടെ പറയാം അങ്ങനെ, കുട്ടിയെ കൂടാണ്ട് ആണ് ചെയ്യാത്തത് എന്ന് വിചാരിച്ച് അവരെ പറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ അച്ഛനമ്മമാരെ നോക്കണം. അച്ഛനമ്മമാരിലൊന്നും ശാപം കിട്ടിയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമ്മളും ആ സമയമാകുമ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അയ്യോ അന്ന് അവരങ്ങനെയാണ് ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കഴിയുന്നത് നമ്മൾ നോക്കണം. ഞാനിതൊക്കെ പറയുന്നത് നിങ്ങൾ വിചാരിക്കില്ലാവും ഇതൊക്കെ ചെയ്തിട്ടുള്ള ആളാണോ എന്ന്. ഞാനതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് സത്യസന്ധമായിട്ട് പറയാൻ പറ്റും. അത്രയും നല്ല അച്ഛനമ്മമാരായിരുന്നു കേട്ടോ. അവരും മക്കൾക്ക് വേണ്ടി ജീവിച്ചവരായിരുന്നു. അപ്പോൾ പിന്നെ അവരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. കൂർക്കൊക്കെ ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. കൂർക്ക നല്ലോണം കഴുകണം കേട്ടോ, മണ്ണല്ലേ. അപ്പോൾ കഴുകിയില്ലെങ്കിൽ മണ്ണ് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ കറിയുടെ ടേസ്റ്റാണ് പോകും. അപ്പോൾ അത് 4-5 വട്ടമൊക്കെ കഴുകാം നമുക്ക്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ബീഫ് വെന്ത കാരനെ അതിലിട്ട് വേവിക്കുന്നില്ല. വെന്ത കാരണം എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ബീഫിൻ്റെ ഇറച്ചി മുഴുവൻ നമുക്ക് എടുക്കണ്ട, നമുക്ക് കുറച്ച് മതിയേ ഇതിലിട്ടിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്യാനുള്ള ഒരു ഇതാ വേണ്ടു. അപ്പോൾ അത് ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. കൂർക്ക വെന്ത് വന്നു കണ്ടാ അവിടെ കഴുക്കോലുമ. അതാണ് നമ്മുടെ വെളിച്ചം വരുത്തുന്ന ആള് ഇന്ന് കറണ്ട് മുടക്കത്തിലാണ്. കുറച്ച് നേരത്തെ പോയി. അപ്പോൾ അവിടെ നമ്മുടെ ഇൻവെർട്ടർ ഉണ്ട്, അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യേണ്ടത്. കാരണം ഇരുട്ട് അതാണ് പറയുന്നത്. അപ്പം അമ്മ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അമ്മ എങ്ങനെയാണ് അത് ചെയ്യണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അമ്മേരെ തുക്കടാ പണികൾ. അപ്പോൾ കൂർക്ക വെന്തു നമ്മുടെ. അപ്പോൾ അതിങ്ങോട്ട് ഇറക്കി വയ്ക്കാം. ഇത് ഈ അടുപ്പത്തേക്ക് അവിടെ വയ്ക്കാം. ചട്ടി പല
പല ആൾക്കാരും എനിക്ക് മെസ്സേജ് കണ്ടു, അമ്മ കടയിൽ മീൻ വെക്കാനൊരു ചട്ടി വാങ്ങിച്ചൂടെ എന്നൊക്കെ. പക്ഷെ കടയിൽ അതിനുള്ള സമയമില്ല ഒന്നാമത്തേല്. എനിക്കിഷ്ടമാണ്. പക്ഷേ മറ്റുള്ള ചട്ടികളിൽ വെച്ചിട്ട് ടേസ്റ്റ് കുറഞ്ഞിട്ടൊന്നുമല്ല. ഇതിൽ വെക്കുമ്പോൾ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, മൺചട്ടിയിൽ വെച്ചാലുള്ള ഗുണങ്ങളും ഉണ്ട്. പക്ഷെ അതിനുള്ള സമയം അവിടെ സമയമല്ല വേണ്ടത്. അവിടെ എനിക്ക് 100 കൂട്ടം ഇങ്ങനെ ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് ആയി വരണം. അപ്പം ഞാൻ സ്റ്റീലൊക്കെ ആകുമ്പോൾ പെട്ടെന്നാവും. അപ്പോൾ നമുക്ക് ഈ ചട്ടി ഇതറിയാലോ നിങ്ങൾക്ക്, എൻ്റെ മോള് വാങ്ങിച്ചു തന്നതാ. പിന്നെ വാങ്ങിക്കലും വളരെ കുറവാട്ടോ. ഞാൻ വാങ്ങിക്കാൻ പോകാനുള്ള സമയമില്ല, വാങ്ങിക്കാൻ പോകാനുള്ള ക്യാഷ് ചിലപ്പോൾ അതിനും ഒക്കെ ഞാൻ നോക്കിയിട്ടൊക്കെ വാങ്ങിക്കുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ വിചാരിക്കുന്ന അത്ര പോലെ ഉള്ളതുകൊണ്ട് മതി എന്ന് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ ചട്ടി മേടിക്കാനുള്ള കാശില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതൊന്നും നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. സമയക്കുറവും അതിൻ്റെ മേടിക്കാൻ പോകാനുള്ള സമയക്കുറവും, ഉണ്ടാക്കി അതിന് ചൂട് വരാനുള്ള സമയക്കുറവും, ഗ്യാസ് പോടുള്ള അതൊക്കെ ഞാൻ നോക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഈ ചട്ടിയിൽ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എന്ന് പറയുന്ന കാര്യം ഇവിടെ എല്ലാം അതൊരുവിധം തീർന്നിരിക്കുക. അപ്പോൾ പല സാധനങ്ങളുടെ കുറവുണ്ട്. കുരുമുളക് പൊടി കഴിഞ്ഞു, അപ്പോൾ ഒരു ഇത്തിരിയേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. പൊടിക്കായിരിക്കുന്നുണ്ട് കേട്ടോ, മുഴുവൻ നമുക്ക് കുരുമുളകുള്ളതല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്ത് വെച്ച് നന്നായി പൊടിച്ച് വെക്കണം. മക്കൾ വരുമ്പോഴേക്കും ഇതൊക്കെ ഭയങ്കര തയ്യാറെടുപ്പിലാണ് ഞാൻ. അപ്പോൾ അത് ചെയ്യണം. പിന്നെ വെളിച്ചെണ്ണ ഇതുള്ളൂ കഴിഞ്ഞു. അപ്പോൾ ഇത് ഞാനൊരു 1/2 കിലോൻ്റെ കടയിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതാണ്. ഞാൻ വെളിച്ചെണ്ണയൊന്നും എടുക്കാറില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആകെ കുറച്ച് വെളിച്ചെണ്ണ വേണ്ടു. അത് ആട്ടാനും ഇവിടെ കിട്ടും. അപ്പോൾ ഞാൻ ഒരു ഇത്തിരി എടുത്ത് വെച്ചിട്ട് ബാക്കി മക്കൾക്ക് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഇന്ന് കഴിഞ്ഞപ്പോൾ അത് കുറേ നാളായി എടുത്തുകൊണ്ട് വന്നിട്ട്, അപ്പോൾ അത് കടയിൽ വെളിച്ചെണ്ണയൊക്കെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെയായി. അപ്പോൾ വെളിച്ചെണ്ണയും കഴിഞ്ഞു. അതും ആട്ടായിരിക്കില്ല, അച്ഛൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ആട്ടാൻ കൊണ്ടുപോകാനുള്ള സമയക്കുറവാണ് നമ്മുടെ. അപ്പോൾ ഉള്ള വെളിച്ചെണ്ണയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചെറുള്ളി ഇല്ലാണ്ടാവുമ്പോഴാണ് സവാളേനെ ആശ്രയിക്കുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ തരിപ്പ് ഉള്ളിലേക്കൊക്കെ കഴിച്ചാൽ നല്ലതാ തരിപ്പിനൊക്കെ. പക്ഷെ എനിക്കതിൻ്റെ മധുരവും ഇതൊക്കെ കൂടിയാകുമ്പോൾ അപ്പോൾ ഞാൻ കഴിയുന്നത് എല്ലാ കറികളിലും ഉള്ളി ചേർക്കും. അതങ്ങനെ ശരീരത്തിലേക്ക് ഇത്തിരി ചെല്ലുമല്ലോ. അതാണ് എൻ്റെ ഏറ്റവും വലിയതും ഏറ്റവും വലിയ മനസ്സിലുള്ള കാര്യവും. പിന്നെ ടേസ്റ്റും ഇത്തിരി ഉണ്ട് കേട്ടോ ഉള്ളിക്ക് സവാളയെക്കാട്ടിലും. നമ്മൾ കഴിച്ചാൽ തോന്നും അതങ്ങനെ ഒരു ടേസ്റ്റിലേക്ക് വന്നത്. വെളിച്ചെണ്ണ ഒരു നല്ല കുറവുണ്ട്. നെയ്യൊക്കെ ഉണ്ടാവുമല്ലോ ഇറച്ചിയിൽ. അപ്പോഴേ വെളിച്ചെണ്ണയുടെ കുറവ് നല്ലോണം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഇത്തിരി വെളിച്ചെണ്ണ കൂടുതലാണ്. അപ്പോൾ ഇന്ന് അത് കുറവാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ്, അതായത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വേപ്പില, ഇഞ്ചി ചതച്ചത്, ചൂനിയമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ വാലൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ കഴിക്കുന്നവർ കളയും. പിന്നെ ഇതിൽ വെളുത്തുള്ളിയുടെയും അതെ ചില തൊണ്ടുകളൊക്കെ ഉണ്ട്, അതും കഴിക്കുന്നവരെടുത്ത് കളയട്ടെ. അപ്പോൾ നമ്മുടെ അച്ഛനല്ലേ, കുഴപ്പമില്ല. അപ്പോൾ കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങളിട്ട് നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. എനിക്കേ ഇത് നല്ല തിരക്കുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോവാണ്ട്. അപ്പോൾ ഈ വീഡിയോ തന്നെയല്ല, അടുത്ത പണി എടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് വേണം പോവാൻ. അപ്പോൾ ഞാൻ ഇത്തിരി തിരക്കിലാണ്. നമ്മുടെ ഗരം മസാല ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടോ, കുപ്പിയൊക്കെ കാലിയാണ്. ഒക്കെ ഇനി ആക്കി വെക്കണം. ഒക്കെ പൊടിച്ചിട്ടൊക്കെയാണ് ഞാൻ വെക്കുക. കടയിൽ പിന്നെ ഒന്നും കുഴപ്പമില്ലല്ലോ, ഒക്കെ പൊടി ഇത് ഒന്നിനും. ഏറ്റവും കുക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും സുഖം തോന്നിയിരിക്കുന്നത് കടയിലാട്ടാ. സൗകര്യങ്ങളിങ്ങനെ ഉണ്ടാക്കുന്ന സ്ഥലം അതൊക്കെ ഇത്തിരി ഇതായാലും എനിക്ക് ഒന്നിനും. ഞാൻ എൻ്റെ ബിന്ദുവിനോട് മോളെ ഇതെടുത്തോണ്ടാന്ന് പറയുമ്പോഴേക്കും ഒക്കെയും കൊണ്ട് അവിടെ വന്ന് നിൽക്കും അത്. അപ്പോൾ എനിക്ക് നല്ല സുഖമാണ്. ഞാൻ എടുക്കും ഒരുവിധം. എന്നാലും ഞാൻ പറയും വേപ്പില ചിലപ്പോൾ എനിക്ക് അവിടെ നിന്ന് പോകാൻ പറ്റില്ല. 2 വേപ്പിൻ്റെ ആരോടെങ്കിലും പറഞ്ഞാൽ ഓടി വന്ന് എടുത്തു കൊടുന്നു തരും. പിന്നെ പപ്പടം എടുത്തിട്ട് വാ, മുകളിലാവും. മുകളിലേക്ക് കയറാത്തിരി ബുദ്ധിമുട്ടാണ് എനിക്ക്. തൊണ്ടക്കാറുണ്ട് വെളിച്ചെണ്ണ പറഞ്ഞിട്ടേ. അപ്പോൾ അത് ഓടിയെടുത്ത് കൊടുന്നു തരും. അപ്പം നമുക്ക് ഒരു ഹെൽപ്പിന് ഇത്തിരി വന്ന് നമ്മുടെ പിന്നിലൊരാളും ഉണ്ട്. പടപടാന്ന് കഴിക്കും ഞാനൊക്കെ. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മോള് പറയാം ദൂരെ സംസാരിക്കില്ല അമ്മാന്ന്. പിന്നെ ഈ സംസാരം കുറയ്ക്കാട്ടാ. അപ്പോൾ ഒരുവിധം അങ്ങനെ മുളകൊക്കെ ആയി വന്നു. കൂർക്കിയിട്ട് കൊടുക്കാം നമുക്ക്. കൂർക്കിയിട്ട് കൊടുത്ത് നമ്മൾ അപ്പോൾ കൂർക്കയിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഇല്ല, കുറവാ. എന്നാലും ഇതിൻ്റെ ഇത്തിരി വെള്ളം അടക്കം നമുക്ക് ഒഴിക്കാം.
ഈ കൂർക്കാണ് ഇട്ടന്ന് കൂട്ടാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇറച്ചി എന്ന് പറയുന്നത് വെറുതെ ഒരു പേര് മാത്രമേ ഉള്ളൂ. കൂർക്ക കൂട്ടാന്ന് വേണമെങ്കിൽ പറയാം. ആകെ കുറച്ച് ഇറച്ചിയെ വാങ്ങിച്ചിട്ടുള്ളൂ അച്ഛൻ. അപ്പം അതിൽ കുറച്ച് ഞാൻ കിട്ടും. ഇനി ബാക്കി വരുന്ന ഇറച്ചി ഞാൻ നാളെയോ മറ്റന്നാളോ എന്തെങ്കിലും ആക്കി വയ്ക്കും. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് തന്നെ എടുക്കുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂടാക്കി അവിടെ വയ്ക്കും. നമുക്ക് ഇതന്നെ 2 ദിവസത്തേക്ക് ഉണ്ടാവും. ഒരു ചെറിയ സർലാസ് ഉണ്ടാക്കണം. അപ്പോൾ പപ്പടം വറുക്കുക. അപ്പോൾ ഇന്നത്തെ കറി കഴിഞ്ഞു കേട്ടോ. അതൊന്നുള്ളൂ ഇന്നത്തെ കറി. മോരും കൂടെ ശരിയാക്കി വെച്ചാലേ കഴിഞ്ഞു. ഒരു കഷ്ണം ഇഞ്ചി ഒക്കെ ചതച്ചെടുക്കാം കേട്ടോ. ഉള്ളി, ഇതിലേ ഒരുമിച്ച് ചതച്ചാലേ പിന്നെ നമ്മുടെ കണ്ണിലേക്ക് തെറിക്കും ചിലപ്പോൾ. അപ്പം അത് ഇന്നല്ല ഇല്ല ഇല്ല എന്നുള്ള വർത്താനായും നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവുക. അപ്പം നമ്മുടെ തൈര് നല്ല പുള്ളിയില്ലാത്ത തൈരാട്ടത്. മൂരങ്ങനെ ശരിയായി. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈപ്പയ്ക്കും കൊണ്ടാട്ടം മുളകും ഞാൻ കഴുകി ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് പഴുപ്പൊക്കെ ആയിട്ടുള്ള കൈപ്പയ്ക്കാട്ടാ. നമുക്കത് കുഴപ്പമൊന്നുമില്ല. നമുക്കത് അരിഞ്ഞ് ഒന്ന് വാട്ടി ഉണക്കാം. കൊണ്ടാട്ടം അല്ലാണ്ട് പാത്രം വലിയ ഇതൊന്നല്ല. എന്നാലും ഇന്നത്തെ പണി ഇതുണ്ട്. കാരണം ഉമ്മോട് പറഞ്ഞിട്ടുണ്ടേ, മമ്മ കൊണ്ടാട്ടവും അച്ചാറും രൂപിക്കൊക്കെ അച്ചാറിട്ട് വെച്ചോളോ, സ്കൂളിലേക്ക് അവളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനായിട്ട് കൊണ്ടുപോവാളേ. എല്ലാവരും കൊണ്ടുവരും കേട്ടോ അങ്ങനെ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു സന്തോഷത്തിലാണ് ഞാൻ. ഇത് നമ്മുടെ കടയിൽ കൊടുക്കാൻ പറ്റാത്ത കൈപ്പയ്ക്കാണ്. ഞാനത് കൂടെ എടുത്തുകൊണ്ടുവന്നു. വാട്ടി ഉണക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കുരുവൊന്നും കളയില്ല. കുരു ഉണങ്ങുമ്പോൾ താഴെ വീണോളൂ. ഇത് പച്ചയ്ക്ക് ആക്കണവരുണ്ട്, പുഴുങ്ങിയിട്ട് ഉണക്കണവരുണ്ട്. അപ്പം ഞാനൊരു ഇതിൻ്റെ കയ്പ്പ് പോവാനായിട്ട് ഒരു കാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് നമുക്ക് വെയിലത്തിട്ടതിന് ശേഷം നമുക്ക് മുളകിൻ്റെ പണിയിലേക്ക് പോവാം. ഞാൻ അതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, കല്ലുപ്പ് ഇട്ട് കൊടുക്കാൻ പാടില്ല, ഉപ്പ് പൊടിയുക. അപ്പോൾ ഞാൻ കല്ലുപ്പ് പൊടിച്ചതാണ്. അതിങ്ങനെ ഇട്ട് കൊടുക്കുക. ഉപ്പ് പാകത്തിന് വേണം. ഉപ്പ് ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെ ഇതിൽ കുറച്ച് വിനാഗിരി ഉണ്ട്, അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അല്പം മുളക് പൊടി ഉണ്ട്, തുണ്ട് മഞ്ഞൾപ്പൊടി തൂവി കൊടുക്കുക. മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്താലേ എല്ലായിടത്തേക്കും ആവുള്ളൂ. വെള്ളമൊന്നും ഒഴിക്കണ്ട, വേണ്ട. ഇങ്ങനെ ആയി കിട്ടും. നല്ല പുളിയും നല്ല ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ എരിവും ഒക്കെ. ഇനി തീ കത്തിക്കാം നമുക്ക്. കുറച്ച് നേരം ഇതിങ്ങനെ മൂടി വെക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോവാം. അപ്പോഴേ തിളച്ചിട്ടുണ്ടാവാൻ വഴിയുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നിറച്ചുണ്ടായിരുന്നത് കണ്ട അത്രക്കേ. ഇതിനെടുത്ത് ഇളക്കൊന്നും വേണ്ട, അതിങ്ങനെ ഒന്ന് കുടയാം. ഇത് വെന്ത് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ മറ്റേ എന്താ പറയുക ചൊറുക്ക ഒഴിച്ചതല്ലേ, അതുകൊണ്ട് വെന്തിങ്ങനെ ഉടയില്ല. അത് അങ്ങനെ കട്ടിയിൽ തന്നെ കിടക്കുള്ളൂ. അപ്പം അത്ര മതിയിട്ടാ. നമുക്കത് ഓഫ് ചെയ്യാം. ഇതുകൊണ്ട് നമുക്ക് വെയിലത്തിട്ടാലോ. കഴിഞ്ഞ ദിവസം വരെ നല്ല മഴയായിരുന്നു. പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത്. ഇങ്ങനെ പറയുന്നതേ മുളകിനെ കുറച്ച് നേരത്തെ പണിയുണ്ട് നമുക്ക്. മൂത്തതാണെങ്കിൽ ഭയങ്കര എരിവുണ്ടായിരിക്കും കേട്ടോ. അത് നമ്മുടെ സാമ്പാറിലിടുന്ന മുളകുണ്ടല്ലോ, വറ്റൽ മുളകിൻ്റെ പച്ച, അത് നല്ല ഇതിന് മൂപ്പ് കുറഞ്ഞത് നോക്കി എടുത്തിരിക്കുന്നത് ഞാൻ. അതിൻ്റെ മൂപ്പ് കുറഞ്ഞതായ കുട്ടികൾക്കൊക്കെ തിന്നാൻ നല്ലതാണ്. കാരണം തീരെ എരിവ് കുറവായിരിക്കും. അതേ ഇത് അതുപോലത്തെ തന്നെയാണ് തിരി. ഇത് നല്ല മൂത്ത ബംഗാളീസൊക്കെ അധികവും ഈ മിളക വാങ്ങിച്ചുകൊണ്ട് പോകണം. നല്ല എരിവേണം അവർക്ക്. കൈ അഥവാ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് നീറാണെന്ന് വിചാരിച്ചാൽ ഇത്തിരി ചൂടുള്ള ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം വെച്ചാൽ മതി കേട്ടോ. തണുത്ത വെള്ളത്തിൽ വെച്ചാൽ അപ്പം തന്നെ കുറയുന്ന അപ്പോഴത്തെ ഒരു ഇതുണ്ടാവുള്ളൂ. ചൂടുവെള്ളത്തിൽ വെക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് മാറും. ചിലവർ തിളപ്പിച്ചതിന് ശേഷം തൈര് ഒഴിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ അത് വാരിയെടുത്ത് ഒന്ന് ഉണക്കിയിട്ടൊക്കെ തൈര് ഒഴിക്കും. ഞാൻ തൈര് ഒഴിച്ചൊന്ന് ഒന്ന് ആവി കയറ്റും. അപ്പോൾ അത് ആ തൈരൊക്കെ അതിൽ കിടന്ന് പിടിച്ച് ഉപ്പും തൈരും ഇട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റിനൊന്നും ഒരു കുറവും വരാറില്ല. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഒരു കാര്യം ഏറ്റവും ഞാൻ ഇപ്പോൾ പാക്കറ്റാണ് ഒഴിക്കാൻ പോണത്.
നമ്മുടെ ഞാൻ സർലാസിൻ്റെ എടുത്തിട്ട് ബാക്കിയുള്ളത് അപ്പോൾ ഇങ്ങനെ ഇതൊരു പാക്കറ്റും ഇതൊരു ഇത്തിരിയും ഉണ്ട്. അതാണ് ഒഴിക്കാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന തൈര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ നെയ്യൊന്നും കളയാത്ത തൈരുണ്ടല്ലോ, നെയ്യ് വെണ്ണയൊന്നും എടുക്കാണ്ടുള്ള ഇത് അത് നല്ല പുളിയുള്ളത് ഒഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതിന് ഇത്തിരി പുളിയൊക്കെ ഇത്തിരി കുറവാണ്. അപ്പോൾ പുളിക്കനുസരിച്ച് നമ്മൾ വേറെ എന്തെങ്കിലും ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കുക, ഇത്തിരി ചൊറുക്കിയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന തൈരാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. നമ്മളപ്പോൾ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് നല്ല പാകത്തിന് തന്നെ ഇട്ട് കൊടുക്കണം. കല്ലുപ്പിട്ടാലും കുഴപ്പമില്ല, നമുക്കത് ബാക്കി വരുന്ന തൈരിൽ നമ്മൾ ഇളക്കിയാണല്ലോ വെക്കുന്നത്, അപ്പോൾ അതിന് കുഴപ്പമില്ല. കൊടുത്തു. ഒന്നാവി ചേർത്ത് ഇത് അടിയിൽ പിടിക്കണ്ടോ എന്നുള്ളതൊക്കെ നോക്കലൊക്കെ നമ്മുടെ കർത്തവ്യം കേട്ടോ. ഇപ്പൊ നമുക്കൊന്ന് തുറക്കാം. ഒരു 8 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇതിങ്ങനെ തുറന്ന് നോക്കണം. അത് നമ്മളെടുത്ത ഇതിൻ്റെ അളവനുസരിച്ചിരിക്കണം. കുറേ ഉണ്ടെങ്കിൽ കുറേ സമയം പിടിക്കും. ഇതിപ്പോൾ അത്രയില്ല. അതെ, ഇത് അങ്ങോട്ട് അമ്പി കണ്ട മറ്റേ എന്താ പറയുക, കയ്പയ്ക്ക വെച്ച പോലെ തന്നെ കുറച്ചങ്ങോട്ട് ഇതായി. എന്നിട്ട് ഇങ്ങനെ ഒന്നെടുത്ത് കുടയുക. എന്നിട്ട് ഒരു ഇത്തിരി നേരം കൂടി ഒന്ന് വെക്കാം. നമുക്ക് ഒന്നും കൂടെ അത് ഈ പച്ച കളറൊക്കെ ഒന്ന് പോയിക്കോട്ടെ. പച്ച കളർ കാണാണ്ട? കാണാണ്ട്. എനിക്ക് ക്യാമറയിൽ ഇപ്പുറത്ത് വന്ന് നോക്കണേ, അപ്പോഴാണ് കാണുള്ളൂ. അപ്പോൾ ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് തുറന്നു നോക്കിയാലോ. ഇതങ്ങനെ കൊട്ടാനൊന്നും പറ്റില്ല, ഇതിൽ നിറയെ വെള്ളമല്ലേ. ഇതപ്പം നമുക്ക് ഇങ്ങനെ വാരി കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇടാനേ പറ്റുള്ളൂ. അപ്പോൾ മുളകും അങ്ങനെ റെഡിയായി കണ്ട. പിന്നെ ഇതിലുള്ള വെള്ളം ഇതിലേക്ക് ഇനി ഇത് ഉണങ്ങുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഇതിൽ തന്നെ എടുത്തിടും. നേരം വെളുക്കുമ്പോൾ നമ്മൾ എടുത്ത് വീണ്ടും വെയിലത്ത് വയ്ക്കും. അങ്ങനെയാണ് ഇത് കഴിയോളം ചെയ്യുക. പിന്നെ പുളി പോരാ, ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ഒന്ന് വാടുമ്പോൾ ഒന്ന് വറുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കയ്പയ്ക്കായാലും ഇതായാലും വറുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളി പോരാ അല്ലെങ്കിൽ ഉപ്പ് കുറവാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് രാത്രിയിൽ ഒന്ന് തിരുമ്മി വെച്ചിട്ട് പിറ്റേ ദിവസം ഇട്ട് ഉണക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവും കേട്ടോ. അതൊന്നും അത്ര പേടിക്കേണ്ട കാര്യങ്ങളില്ല. അതൊക്കെ നല്ല ടേസ്റ്റിൽ എടുക്കാന്നുള്ളത് നമ്മുടെ ഒരു ഐഡിയ ഒക്കെയാണ്. അപ്പം ഇതും അതുപോലെ തന്നെ പുളി കുറവാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി നല്ല തൈരൊഴിച്ച് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ലേശം ചൊറുക്കൊഴിച്ച് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് അത് പൊത്തി വെച്ചിട്ട് വീണ്ടും നേരം വെളുക്കുമ്പോൾ എടുത്ത് വെച്ചാൽ നല്ല പുളിയും ഉപ്പ് പോരെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗുണത്തോട് കൂടി തന്നെ നമുക്ക് കഴിക്കാം. പിന്നെ ചൊറുക്കാം. ചിലർ പറയും നല്ലതല്ലല്ലോ എന്ന്, അപ്പോൾ തൈര് തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, അങ്ങനെയുള്ളവർ. അപ്പോൾ ഇത്രയൊക്കെയാണ് അമ്മയുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ.